കൂട്ടുകാർക്ക് നമസ്കാരം. 9ാം ക്ലാസ് ഫിസിക്സിലെ 2ാമത്തെ ചാപ്റ്റർ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലന സമവാക്യങ്ങൾ എന്ന ചാപ്റ്ററിന്റെ വിലയിരുത്താൻ സെക്ഷൻ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു. നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ. ലെറ്റസസ് അല്ലെങ്കിൽ വിലയിരുത്താമിന്റെ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. അതിന്റെ ഒരു പാർട്ട് 2 വീഡിയോ ആണ്. അപ്പൊ നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതെനിക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കുട്ടി പിയിൽ നിന്ന് യാത്ര തിരിച്ച് ക്യു ആർ എന്നീ ഭാഗങ്ങളുടെ എസിലും തുടർന്ന് നേരെ പിയിൽ തിരിച്ചെത്തുകയും ചെയ്തിരിക്കുന്നു. മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ? ഒരു കുട്ടി എന്നാണ് പിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തോട്ടോ. പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്യൂവ്, ദെൻ ആറ്, ദെൻ അങ്ങനെ വന്നിട്ട് എവിടെ എത്തി? എസിലെത്തി. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ തിരിച്ച് കേട്ടോ നേരെ തന്നെ വന്ന വഴി കൂടെ അല്ല, നേരെ തന്നെ പിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം പട്ടിക വിശകലനം ചെയ്തിട്ട് നമ്മള് മനസ്സിലായില്ല. അപ്പൊ ഈ ചിത്രം വിശകലനം ചെയ്തിട്ട് താഴെ കൊടുക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ നോക്കാമേ. പിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിയിൽ നിന്നാണ്. പിയിൽ നിന്ന് ക്യൂ വരെ എത്തുമ്പോൾ നോക്കുക, പിയിൽ നിന്ന് ക്യൂ ആദ്യത്തെ ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് പി തൊട്ട് ക്യൂ വരെ എത്തുകയാണ്. അപ്പൊ അവിടുത്തെ ദൂരം എത്രയാണ് വന്നിരിക്കുന്നത്? 60 മീറ്റർ ആണ്. അപ്പൊ പിയിൽ നിന്നും ക്യൂവിൽ എത്താനെടുത്ത സമയം 10 സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത്? വേഗമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? വേഗം കാണണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കോട്ടെ, ഇക്വേഷൻ മനസ്സിലാക്കുക. വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദൂരം ഡിവൈഡഡ് ബൈ സമയമാണ് വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രവേഗമാണെങ്കിൽ എങ്ങനെയാണ്? പ്രവേഗത്തിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? പ്രവേഗം എന്ന് പറയുമ്പോൾ സ്ഥാനാന്തരം കേട്ടോ. സ്ഥാനാന്തരം ഹരണം സമയമാണ് പ്രവേഗം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നമുക്ക് ആദ്യമേ വേഗം കണ്ടുപിടിക്കണം. വേഗം എത്രയാണ്? ദൂരം ഡിവൈഡ് ബൈ സമയമാണ്. അപ്പൊ പിയിൽ നിന്നും ക്യൂവിലെത്താനെടുത്ത ദൂരം എത്രയാണ്? 60 ആണ്. മനസ്സിലായല്ലോ? 60 ആണ്. 60 ഡിവൈഡഡ് ബൈ സമയം എത്രയാണ്? 10 സെക്കൻഡ് ആണ് അല്ലേ? അപ്പൊ 60 ഡിവൈഡ് ബൈ 10 എന്ന് വരും. അപ്പൊ എത്രയാണ് വരുന്നത്? 6 ഇല്ലേ? 6 യൂണിറ്റ് ഏതാണ്? വേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രവേഗത്തിന്റെ മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കേട്ടോ. അപ്പം 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രവേഗം എത്ര വരും? പ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥാനാന്തരം നേരെ തന്നെയാണ് പോകുന്നത് അല്ലേ? അപ്പൊ അത് നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് 60 ഡിവൈഡഡ് ബൈ 10 തന്നെയാണ് വരുന്നത്. അത് 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് പ്രവേഗവും. മനസ്സിലായല്ലോ? ഇനി എന്താണ് അടുത്തത്? 6 വരെ എത്തുമ്പോൾ പിയിൽ നിന്നാണ് കേട്ടോ. പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദെൻ 6ലെത്തി. ഇതാ ഇവിടെ കേട്ടോ. അപ്പൊ പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്യൂവിലെത്തി. ക്യൂവിൽ നിന്ന് 6 വരെ എത്തി. അപ്പൊ വേഗം കണ്ടുപിടിക്കുക എങ്ങനെയാണ്? അപ്പൊ ദൂരം ആകെ ദൂരം വേണമല്ലേ? ഇപ്പൊ ഇവിടെ എത്രയാണ്? 60 ഉണ്ട്. ദെൻ ക്യൂവിൽ നിന്ന് 6ലെത്താനെടുത്ത ദൂരം എത്രയാണ്? 90 ആണ് അല്ലേ? അപ്പം 60 + 90 വരും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അതായത് 60 + 90 ഹരണം സമയം അല്ലേ? സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഇവിടം വരെ പി തൊട്ട് ക്യൂ വരെ എത്താനെടുത്ത സമയം 10 സെക്കൻഡ് ആണ്. ദെൻ ക്യൂ തൊട്ട് 6 വരെ എത്തിയ സമയത്താണ് 15 ആണ് അല്ലേ? അപ്പൊ എത്ര വരും? 10 + 15 എന്ന് വരും കേട്ടോ. 10 + 15 അപ്പൊ എത്രയാണ് ഇവിടെ വരുന്നത്? 150 വരും കേട്ടോ. 150 ഹരണം 25 എന്ന് വരും. മനസ്സിലായല്ലോ? അത് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 6 കിട്ടും കേട്ടോ. 6 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടെ വരുന്നത്. ഇനി പ്രവേഗം എന്ന് വെച്ചാൽ സ്ഥാനാന്തരമാണ് അല്ലേ? അതായത് പിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് 6ലെത്തണം. അപ്പം സ്ഥാനാന്തരം നമുക്ക് അറിയാമല്ലോ, ഏറ്റവും കുറഞ്ഞ ദൂരമാണല്ലേ? അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ എടുക്കാമല്ലോ. അതാ ഇങ്ങനെ പോകാമല്ലോ. അപ്പൊ നോക്കിയാൽ ഇവിടുത്തെ സ്ഥാനാന്തരം ഇവിടെ തന്നിട്ടുണ്ട്. പിയിൽ നിന്ന് 6 വരെയുള്ള സ്ഥാനാന്തരം ഇവിടെ തന്നിട്ടുണ്ട്. 125 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം 125. ദെൻ അതിനടുത്ത സമയം എത്രയാണ്? സമയം ഇതേ സമയം തന്നെയാണ് കേട്ടോ. സമയം നമ്മൾ എടുക്കുമ്പോൾ ഇതേ സമയം തന്നെയാണ് എടുക്കേണ്ടത്. എത്രയാണ്? 25 ആണ് വരുന്നത്. അപ്പൊ 125 ഹരണം 25 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 വരും. മനസ്സിലായല്ലോ? ഇനി അടുത്ത നോക്കിയേ. എസ് വരെ എത്തുമ്പോൾ പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാ ഇവിടെ പിന്നെ എത്തി 6ലെത്തിയിട്ട് പിന്നെ അടുത്ത ഏതാണ്? എസിലെത്തി ഇല്ലേ? അപ്പം ആകെ ദൂരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 60 പിന്നെ എത്ര വരും? 90 പിന്നെ 54 കൂടെ വരും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പം 60 90 എന്ന് പറയുമ്പോൾ 150 വരും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം 60 + 90 + എത്രയാണ്? 54 കേട്ടോ. 54 ഹരണം ടോട്ടൽ സമയം എന്താ നോക്കിയാൽ 10 15 ഇവിടെ എത്ര? 9 ഉണ്ട് അല്ലേ? അപ്പൊ എത്രയാണ്? 10 + 15 + എത്രയാണ്? 9 കൂടെ വരും. മനസ്സിലായല്ലോ? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 204 എന്നാ വരുന്നത് കേട്ടോ. 204 ഹരണം അവിടെ വരുന്നത് ടോട്ടൽ സമയം എത്രയാണ്? 25 വരും. 25 ആകുമ്പോൾ 34 എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ എത്രയാണ് അത് ഹരിക്കുമ്പോൾ കിട്ടുന്നത്? നമുക്കിവിടെ കിട്ടുന്നത് 6 കേട്ടോ. 6 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് അവിടെ വരുന്നത് കേട്ടോ. എസ് വരെ എത്തുമ്പോഴാണ്. അതാണ് കേട്ടോ എസിന്റെ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇനി
സ്ഥാനാന്തരം നോക്കിയേ. സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? പിയിൽ നിന്ന് എസ്സിൽ എത്തിയിരിക്കുന്നതാണ് അല്ലെ, പിയിൽ നിന്ന് എസ്സിൽ എത്തിയിരിക്കുന്നതാണ്. ഇതാ നോക്കിയേ, നമുക്കറിയാം ഇവിടെ തന്നിട്ടുണ്ട്, ദൂരം തന്നിട്ടുണ്ട്. എത്രയാണ്? 136 തന്നിട്ടുണ്ടല്ലോ. അതായത് 136 ഹരണം അതിനെടുത്തിരിക്കുന്ന സമയം എത്രയാണ്? പിയിൽ നിന്ന് എസ്സിൽ വന്നിരിക്കുന്ന സമയമാണ് കേട്ടോ. പിയിൽ നിന്ന് എസ്സിൽ വന്നിരിക്കുന്ന സമയം ഇതേ ടോട്ടൽ സമയം തന്നെയാണ് ഇവിടെ എടുക്കേണ്ടത് കേട്ടോ. അപ്പം 34 തന്നെയാണ് വരുന്നത്. മനസ്സിലായല്ലോ? അത് ഹരിക്കുമ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 4 മീറ്റർ/സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇനി അവസാനത്തെ കേസാണ് നമ്മൾ നോക്കുന്നത്. പിയിൽ തിരികെ എത്തി, എസ്സിൽ കേട്ടോ, എസ്സിൽ വന്നിട്ട് തന്നെ തിരികെ പിന്നെ പിയിലേക്ക് വരുവാണ് ചെയ്യുന്നത്. ആ ഒരു കേസിലെ വേഗം എത്ര വരും? തിരികെ പിയിലെത്തുമ്പോൾ കേട്ടോ, തിരികെ പിയിലെത്തുമ്പോൾ ഉള്ള വേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? ഇതെല്ലാം കൂടെ ടോട്ടൽ ദൂരം വരുമല്ലേ. അതായത് 60 + 90 + 54. പിന്നെ ഇങ്ങോട്ട് പോകുന്ന ദൂരം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 136 കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ എത്രയാണ്? +136 വരും. ഹരണം ടോട്ടൽ സമയവും കൂടെ ഇവിടെ വരും അല്ലേ. അതായത് ഈ 10 ഉണ്ട്, 15 ഉണ്ട്, 9 ഉണ്ട്, പിന്നെ ഈ 16 കൂടെ വരും അല്ലേ. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് 34 കിട്ടിയത്. 34 കൊടുത്ത് 16 കൂടെ ആഡ് ചെയ്യും. അപ്പൊ എത്രയാണ് ഇവിടെ വരുന്നത്? 340 എന്ന് വരും കേട്ടോ. 340 ഹരണം 50 എന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ അത് ചെയ്യുമ്പോൾ കിട്ടുന്നത് 6.8 എന്ന് വരും കേട്ടോ. ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 6.8 എന്നാണ് പിയിലെത്തിയപ്പോ. ഇനി സ്ഥാനാന്തരം ആണെങ്കിലോ, സ്ഥാനാന്തരം നോക്കിയേ. പിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെന്താണ്? തിരിച്ച് പിയിലേക്ക് എത്തുക. അപ്പൊ ഇങ്ങനെ സ്ഥാനാന്തരം അവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ 0 ആണ്. അപ്പൊ അവിടുത്തെ പ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? അത് 0 ആയിരിക്കും വരുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. വേഗം എന്ന് പറയുമ്പോൾ ദൂരം ബൈ സമയമാണ്, പ്രവേഗം എന്ന് പറയുമ്പോൾ സ്ഥാനാന്തരം ബൈ സമയമാണ് വരുന്നത്. അപ്പൊ പ്രവേഗം കാണുമ്പോൾ സമയം നമ്മൾ എപ്പോഴും ടോട്ടൽ സമയമാണ് എടുക്കേണ്ടത് കേട്ടോ. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു കല്ല് 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ മുകളിലേക്ക് കുത്തനെ എറിയുന്നു കേട്ടോ. ഒരു കല്ല് 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിന് മുകളിലേക്ക് എറിയുവാണ് ചെയ്യുന്നത്. അതിന്റെ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം ഇവിടെ തന്നിട്ടുണ്ട്. ഈ കല്ല് പരമാവധി എത്ര ഉയരത്തിലെത്തും? പുറപ്പെട്ട് 3 സെക്കൻഡ് കൊണ്ട് ഈ കല്ല് എത്ര ദൂരം സഞ്ചരിക്കും? പുറപ്പെട്ട് 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കല്ല് തറയിൽ നിന്നും എത്ര ഉയരത്തിലായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. ഒരു കല്ലാണ്, സപ്പോസ് ഇതാണ് ഗ്രൗണ്ട് എന്ന് വിചാരിച്ചു. ഈ ഗ്രൗണ്ടിൽ നിന്ന് ഒരു കല്ല് 20 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ മുകളിലോട്ട് എറിയും. ഒരു സ്റ്റോൺ കേട്ടോ. ഈ സ്റ്റോൺ ഇങ്ങനെ മുകളിലോട്ട് നമ്മളിങ്ങനെ എറിയാന്ന് ചോദിച്ചു. ഇങ്ങനെ മുകളിലോട്ട് എറിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞ് മുകളിലോട്ട് എറിഞ്ഞു. ഇവിടുത്തെ ത്വരണം തന്നിട്ടുണ്ട് 10 മീറ്റർ/സെക്കൻഡ് തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഈ കല്ല് പരമാവധി എത്ര ഉയരത്തിലെത്തും ചോദിച്ചിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്നതിന് പ്രവേഗമാണ്, അതായത് ആദ്യ പ്രവേഗമാണ്, യു ആണ് തന്നിരിക്കുന്നത് കേട്ടോ. 20 മീറ്റർ/സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ത്വരണം തന്നിട്ടുണ്ട്. മേളിലേക്ക് എറിയുമല്ലേ. അപ്പൊ ത്വരണം എങ്ങനെയാണ്? നെഗറ്റീവ് ആണ് വരുന്നത് കേട്ടോ. അപ്പം -10 മീറ്റർ/സെക്കൻഡ് ആണ്. ക്ലിയർ ആയല്ലോ? നമുക്ക് ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ കല്ല് പരമാവധി എത്ര ഉയരത്തിലെത്തും ഇല്ല, ഉയരത്തിലെത്തും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് യുവും എയും ഉള്ളു. അപ്പൊ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? ദാ ഇക്വേഷൻ എടുക്കാമല്ലോ. v² = u² + 2as. ഈ ഇക്വേഷൻ എടുക്കാം അല്ലേ. അതിൽ നമുക്ക് എസ് കണ്ടുപിടിക്കാം അല്ലേ. അപ്പൊ എങ്ങനെയാണ്? എസിലേക്ക് ഇക്വേഷനെ മാറ്റുവാണെന്നുണ്ടെങ്കിൽ 2as അല്ലേ. 2as = എങ്ങനെ എഴുതാം? v² - u² എന്ന് എഴുതാം. ഓർ s = എങ്ങനെ വരും? v² - u² / 2a എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ v എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? v എന്ന് വെച്ചാൽ അന്ത്യപ്രവേഗമാണ് അല്ലെ. അന്ത്യപ്രവേഗം ഇവിടെ ഉണ്ടോ? ഇല്ല, തന്നിട്ടില്ല. അന്ത്യപ്രവേഗം എത്ര ഉയരത്തിലെത്തുന്നു പറഞ്ഞു. അപ്പൊ അന്ത്യപ്രവേഗം നമ്മൾ 0 ആയിട്ട് എടുക്കാം. പിന്നെ ആദ്യപ്രവേഗം എന്ന് പറയുന്നത് 20 ആണ് ഇല്ലേ. മനസ്സിലാവുന്നുണ്ടോ? 20 ആണ്. അതായത് 20² 20 × 20 എന്ന് വരും. /2 ത്വരണമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. അത് -10 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ എത്ര വരും ആൻസർ? അത് അവിടെ ചെയ്ത് നോക്കാം കേട്ടോ. ഇപ്പം ഇവിടെ എത്ര വരും? -20 × 20 എന്ന് പറയുന്നത് ഇവിടെ ഈ 2ഉം ഇതും കൂടെ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര വരും? 10 വരും. ഈ 10ഉം ഈ 10ഉം കൂടെ ക്യാൻസൽ ചെയ്യാലോ. അപ്പൊ എന്ത് വരും ആൻസർ? ഇവിടെ 20 എന്ന് വരും ഇല്ല. ഈ -2, ഇവിടുത്തെ 2 നെഗറ്റീവ് ഉണ്ട്, അതും പോവും. പിന്നെ ആൻസർ വരുന്നത് 20 എന്ന് വരും. അപ്പൊ 20 മീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം മാക്സിമം ഉയരം, അതായത് ഈ കല്ല് പരമാവധി എത്ര ഉയരത്തിൽ ഇവിടം വരെ എത്തി, ഇതാണ് മാക്സിമം ഉയരം എന്ന് പറയുന്നത്. അത് എത്രയാണ്? 20 കേട്ടോ. അപ്പൊ ഈ ഹൈറ്റ് നമുക്ക് ഇവിടെ കിട്ടി എത്രയാണ്? 20 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പുറപ്പെട്ട് 3 സെക്കൻഡ് കൊണ്ട് ഈ കല്ല് എത്ര ദൂരം സഞ്ചരിക്കുന്നു? ഈ കല്ല് ഇതാ ഇവിടുന്നാണ് വിട്ടത്. ഇവിടുന്ന് വിട്ടിട്ട് 3 സെക്കൻഡ് കൊണ്ട് എന്തുമാത്രം ദൂരം സഞ്ചരിക്കുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
അപ്പൊ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ദൂരം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടതല്ല. നമ്മൾ എറിഞ്ഞപ്പോൾ 3 സെക്കൻഡ് കൊണ്ട് കല്ല് എത്ര ദൂരം സഞ്ചരിക്കുമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ സപ്പോസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ് ഈ മാക്സിമം ഹൈറ്റ് ഉണ്ടല്ലോ, മാക്സിമം ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു, അതായത് പരമാവധി ഉയരം നമ്മൾ കണ്ടുപിടിച്ച് 20 മീറ്റർ ആണെന്ന് പറഞ്ഞു. ആ പരമാവധി ഉയരത്തിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് ടി ആയിട്ട് കൺസിഡർ ചെയ്യുക. സമയം, അതായത് പരമാവധി ഉയരത്തിൽ എത്താൻ എടുക്കുന്ന സമയം അങ്ങനെ എടുക്കാം കേട്ടോ. പരമാവധി കേട്ടോ, പരമാവധി അത് എഴുതണം കേട്ടോ. പരമാവധി ഉയരത്തിലെത്താൻ കേട്ടോ, പരമാവധി ഉയരത്തിലെത്താൻ എടുക്കുന്ന സമയത്തിനെ ഞാൻ ടി ആയിട്ട് കൺസിഡർ ചെയ്യുക. ടി ആയിട്ട് എടുക്കുവാണ്. അങ്ങനെയാവണെ നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ, v = u + at ഉണ്ടല്ലോ, ആ ഇക്വേഷൻ നമുക്ക് ആ സമയം കണ്ടുപിടിക്കാം. മനസ്സിലായി? പരമാവധി ഉയരത്തിലെത്താൻ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 3 സെക്കൻഡ് കൊണ്ട് എത്ര ഉയരത്തിലെത്തും എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പരമാവധി ഉയരം ഉണ്ടല്ലോ, ഈ ഹൈറ്റിലെത്താൻ അല്ലെങ്കിൽ ഈ ഉയരത്തിലെത്താൻ എന്തുമാത്രം സമയം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? at = v - u എന്ന് എഴുതാം, or t = v - u/a എന്ന് എഴുതാം. മനസ്സിലായല്ലോ? അന്ത്യപ്രവേഗം 0 ആണ്, ആദ്യപ്രവേഗം 20 ആണ്, ത്വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് -10 ആണ് അല്ലേ? അപ്പൊ ഇതും കൂടെ പോകും, അപ്പൊ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു പരമാവധി ഉയരം അല്ലെ, പരമാവധി ഉയരത്തിനെത്താൻ അവിടെ ഇപ്പൊ എത്ര സെക്കൻഡ് കൊണ്ട് എത്തും? 2 സെക്കൻഡ് കൊണ്ട്. മനസ്സിലാവുന്നുണ്ട്? 2 സെക്കൻഡ് കൊണ്ട് മനസ്സിലാക്കോട്ടെ, 2 സെക്കൻഡ് കൊണ്ട് അത് ഈ പരമാവധി ഉയരത്തിൽ എത്തും. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നത്? അപ്പൊ 2 സെക്കൻഡ് കൊണ്ട് ഇവിടം വരെ എത്തി. മനസ്സിലാവുന്നുണ്ട്? 2 സെക്കൻഡ് കൊണ്ട് ഇവിടം വരെ എത്തി. അപ്പൊ 3 സെക്കൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? 2 സെക്കൻഡ് കൊണ്ട് ഇവിടം വരെ എത്തി, പരമാവധി ഉയരത്തിലെത്തി. പിന്നെ എന്തോട്ട് ചെയ്യും? പിന്നെ അത് താഴോട്ട് പോരുകയല്ലേ? മനസ്സിലാവുന്നുണ്ട്? ഞാൻ പിന്നെ അത് താഴോട്ട് പോരും അല്ലെ? 2 സെക്കൻഡ് കൊണ്ട് പരമാവധി ഉയരത്തിലെത്തിയിട്ട് പിന്നെ അത് താഴോട്ട് പോരും. മനസ്സിലാവുന്നുണ്ട്? അപ്പം അടുത്ത് നമ്മൾ ഈ 1 സെക്കൻഡ് ഉണ്ടല്ലോ, ഈ 1 സെക്കൻഡ് കൊണ്ട് എന്തുമാത്രം ദൂരം സഞ്ചരിച്ചത് നമ്മൾ കണ്ടുപിടിക്കണം. ക്ലിയർ ആവുന്നുണ്ടല്ലോ പറഞ്ഞത്? 2 സെക്കൻഡ് കൊണ്ട് പരമാവധി ഉയരത്തിലെത്തി, 3 സെക്കൻഡ് കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കുന്നു? അപ്പൊ 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ പരമാവധി ഉയരത്തിലെത്തി. അപ്പൊ ബാക്കി 1 സെക്കൻഡ് കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ 1 സെക്കൻഡ് കൊണ്ട് ദൂരം സഞ്ചരിച്ചെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? അത് താഴോട്ടായിരിക്കും. മനസ്സിലാക്കോട്ടോ? 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എങ്ങനെയായിരിക്കും? താഴോട്ടായിരിക്കും. അപ്പൊ നമുക്കിവിടെ എഴുതണം കേട്ടോ, 2 സെക്കൻഡ് കൊണ്ട് പരമാവധി ഉയരത്തിലെത്തും. പരമാവധി ഉയരത്തിൽ എത്തി. പരമാവധി ഉയരത്തിൽ. അടുത്ത 1 സെക്കൻഡിൽ കല്ല് താഴോട്ട് ചലിക്കും കേട്ടോ. അടുത്ത 1 സെക്കൻഡിൽ കല്ല് താഴോട്ട് ചലിക്കും. കല്ല് താഴോട്ട് ചലിക്കും കേട്ടോ. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അടുത്ത 1 സെക്കൻഡ് കൊണ്ട് കല്ല് താഴോട്ട് ചലിക്കും. അപ്പൊ ആ ദൂരം നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ. അപ്പൊ ആ ദൂരം എന്ന് വെച്ചാൽ s = നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കാം, ut + ½ at² എന്നൊരു ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പം നമുക്ക് അറിയാം, മേളിൽ നിന്ന് താഴേക്ക് പോവുകയാണ്, അതായത് ആ 1 സെക്കൻഡ് മേളിൽ നിന്ന് താഴേക്കാണ് പോകുന്നത്. അപ്പൊ ആ ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ മേളിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എത്രയായിരിക്കും? മേളിൽ നിന്ന് താഴോട്ട് പോരുമില്ലേ? അപ്പൊ ആദ്യ പ്രവേഗം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആദ്യ പ്രവേഗം എങ്ങനെയാണ്? 0 ആയിട്ട് എടുക്കും താഴോട്ട് പോകുമ്പോൾ. അപ്പൊ ആദ്യ പ്രവേഗം ഇവിടെ 0 ആണ്. അതുകൊണ്ട് ഈ ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദെൻ ½ ത്വരണം ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. ത്വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? 10 ആണ്. താഴോട്ട് പോകുമ്പോൾ ത്വരണം പോസിറ്റീവ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ 10 തന്നെ എടുക്കുക. ദെൻ പിന്നെന്താണ്? സമയമാണല്ലേ. സമയം ഇവിടെ തന്നിട്ടുണ്ട് 1 സെക്കൻഡ്. താഴോട്ട് പോരുന്ന 1 സെക്കൻഡ് ഉണ്ട്, ആ ദൂരമല്ല. അപ്പൊ 1 സെക്കൻഡ് ആണ് ഇവിടുത്തെ സമയം. 1². മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത്? അപ്പൊ ഈ 2ഉം 10 കൂടെ ക്യാൻസൽ ചെയ്യാൻ 5 വരും. അപ്പൊ എത്രയാണ്? 5 മീറ്റർ. മനസ്സിലാവുന്നുണ്ട്? അതായത് 1 സെക്കൻഡ് കൊണ്ട് പിന്നെ അത് 5 മീറ്റർ താഴേക്ക് വന്നു. 2 സെക്കൻഡ് കൊണ്ട് 20 മീറ്റർ മേളിലോട്ട് പോയി. അടുത്ത 1 സെക്കൻഡ് കൊണ്ട് അത് 5 മീറ്റർ താഴേക്ക് വന്നു. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? അപ്പം ഈ 1 സെക്കൻഡിന് താഴോട്ട് വന്ന ദൂരം 5 മീറ്റർ ആയിട്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? പുറപ്പെട്ട് 3 സെക്കൻഡ് കൊണ്ട് ഈ കല്ല് എത്ര ദൂരം സഞ്ചരിക്കുന്നു ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 സെക്കൻഡ് കൊണ്ട് കേട്ടോ, 3 സെക്കൻഡ് കൊണ്ട് കല്ല് സഞ്ചരിച്ച ദൂരം എത്രയാണ്? 3 സെക്കൻഡ് കൊണ്ട് കല്ല് സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞിരിക്കുന്നത് 20 മീറ്റർ അല്ലെ. 20 മീറ്റർ എങ്ങോട്ടാണ്? മുകളിലോട്ടോട്ടോ. 20 മീറ്റർ മുകളിലോട്ട്. ഞാൻ ഈ അപ്പോഴും ആരോട്ടിരിക്കുന്നത് മുകളിലോട്ട് എന്നുള്ളതാണ് കേട്ടോ. 20 മീറ്റർ മുകളിലോട്ടും അതുപോലെ തന്നെ എങ്ങനെയാണ്? 5 മീറ്റർ താഴോട്ടും അല്ല. അപ്പൊ എത്രയാണ്? ടോട്ടൽ എത്രയാണ്? 25 മീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? 25 മീറ്റർ ആണ് 3 സെക്കൻഡ് കൊണ്ട് കല്ല് സഞ്ചരിച്ചത്. ഇനി അടുത്ത സി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? പുറപ്പെട്ട് 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കല്ല് തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും? ഇതിങ്ങനെ നമ്മൾ വിട്ടു അല്ലെ. ഇവിടുന്ന് മേലോട്ട് പോയി ഞാൻ താഴോട്ട് വരുവാണ്. അപ്പൊ 2 സെക്കൻഡ് കൊണ്ട് മേളിലെത്തി. പിന്നെ എത്രയാണ്? 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കല്ല് തറയിൽ നിന്ന് എത്ര ഉയരത്തിലായിരിക്കും? 3 സെക്കൻഡ് കഴിയുമ്പോൾ ഈ കല്ലിന്റെ പൊസിഷൻ എവിടെയാണ്? ഇവിടെയാണ് വന്നിരിക്കുന്നത്
ഇല്ലേ? അപ്പൊ ദാ ഈ തറയിൽ നിന്ന് എന്തുമാത്രം ഉയരത്തിലായിരിക്കും എന്ന് അറിയണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പോരെ? മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള എത്രയാണ്? 20 ആണ് അല്ലെ? അവിടം തൊട്ട് അതായത് ഗ്രൗണ്ടിൽ നിന്നും തറയിൽ നിന്നും പരമാവധി ഉയരം എന്ന് പറഞ്ഞാൽ 20 ആണ് ഇല്ലേ? അതിൽ നിന്ന് ബാക്കി 1 സെക്കൻഡ് ദൂരം 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം ഉണ്ടല്ലോ, അതായത് ഇത് എത്രയാണ് കൂട്ടിയിരുന്നത്? 5 മീറ്റർ നമുക്ക് കിട്ടി അല്ലേ? അപ്പൊ അത് കുറച്ചാൽ മതിയല്ലോ. അപ്പൊ 20 ഇല്ലേ? 20 മീറ്റർ മൈനസ് 5 മീറ്റർ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? ദാറ്റ് ഈസ് 15 മീറ്റർ എന്ന് കിട്ടും. അപ്പം തറയിൽ നിന്ന് ഇത് കിട്ടിയിരുന്ന 15 മീറ്റർ, തറയിൽ നിന്ന് 15 മീറ്റർ ഉയരത്തിലായിരിക്കും 3 സെക്കൻഡ് കഴിയുമ്പോൾ ആ കല്ലിന്റെ സ്ഥാനം എന്ന് പറഞ്ഞിരിക്കുന്നു. മനസ്സിലായല്ലോ? ആലോചിച്ചു കേട്ടോ, കൃത്യ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അടുത്ത നോക്കാം. ഒരു വസ്തു 40 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇതിന് 8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മന്ദീകരണം നൽകിയാൽ ഈ വസ്തു നിശ്ചലമാകാൻ എത്ര സമയം എടുക്കും? ഇത്രയും സമയം കൊണ്ട് വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരവും കണ്ടുപിടിക്കണം. മനസ്സിലാകുന്നു? ഒരു വസ്തുവാണ്, അത് 40 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. മനസ്സിലായോ? സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ദൂരം, അതായത് ആദിപ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അതിന്റെ മന്ദീകരണം തന്നിട്ടുണ്ട് അല്ലെ? മന്ദീകരണം എന്നാണ് തോന്നുന്നത്. അപ്പൊ എ ഈക്വൽ ടു മന്ദീകരണമാണ്. അപ്പൊ മൈനസ് തരണം കേട്ടോ. -8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതിന്റെ മന്ദീകരണം. ഇനി ഈ വസ്തു നിശ്ചലമാകാൻ എത്ര സമയം എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നിശ്ചലമാകുക എന്ന് പറയുമ്പോൾ എന്താണ്? അന്തിപ്രവേഗം 0 ആയിരിക്കും അല്ലെ? അതിനെടുക്കുന്ന സമയമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് ടി ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? യുവും എയും അല്ലെ? ബിയും ഉണ്ട്. അപ്പൊ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? ബി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി ഉപയോഗിക്കാമല്ലോ അല്ലെ? അതിൽ നമുക്ക് ടി, അതായത് എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ആണ്, ഓർ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്ന് എഴുതാം. അപ്പൊ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്, യു എന്ന് പറഞ്ഞിരിക്കുന്നത് 40 ആണ്, എ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? -8 ആണ്. മനസ്സിലായാലോ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ക്യാൻസൽ ആയിട്ട് പോകും. 40/8 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 വരും ഇല്ലേ? അപ്പം സമയം എത്ര വന്നു? 5 സെക്കൻഡ് എന്ന് വന്നു. നിശ്ചലമാകാൻ എടുക്കുന്ന സമയം എത്രയാണ്? 5 സെക്കൻഡ്. ക്ലിയർ ആയല്ലോ? ഇനി ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും സമയം കൊണ്ട് വസ്തുവിനുണ്ടായ സ്ഥാനാന്തരം അല്ലെ? 5 സെക്കൻഡ് ഉണ്ടല്ലോ. അപ്പൊ 5 സെക്കൻഡ് കൊണ്ട് വസ്തു എന്തുമാത്രം ദൂരം സഞ്ചരിച്ചു എന്നുള്ളൂ. ഇക്വേഷൻ ഉപയോഗിക്കാം. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ ഇക്വേഷൻ ഉപയോഗിക്കാമല്ലോ. യു എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 40 ആണ്. ദെൻ സമയം നമുക്കിവിടെ കിട്ടി 5 സെക്കൻഡ് ആണ്. 1/2 പ്ലസ് 1/2 ഇൻറ്റു ത്വരണം അല്ലെങ്കിൽ മന്ദീകരണം ഇല്ല, അത് തന്നിട്ടുണ്ട്. -8 തന്നിട്ടുണ്ട്. ദെൻ സമയം എത്രയാണ്? 5 ആണ്. അതായത് 5 × 5 എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇവിടെ എത്ര വരും? ഇത് 40 × 5 എന്ന് പറയുമ്പം 200 വരും അല്ലെ? 200 വരും. ദെൻ ഈ 2ഉം 8ഉം കൂടെ ക്യാൻസൽ ചെയ്യാൻ നമുക്കിവിടെ 4 വരും. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ഇതാ ഈ പ്ലസും മൈനസും കൂടെ വരുമ്പോൾ ഇവിടെ മൈനസ് വരും. ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. 4 20, 20 × 5, 20 × 5 എന്ന് പറയുമ്പോൾ എത്ര വരും? 100 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ എത്രയാണ്? 200 മൈനസ് 100, അതായത് 100 മീറ്റർ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ 100 മീറ്റർ ആണ് അവിടെ ഉണ്ടായ സ്ഥാനാന്തരം. വസ്തുവിന്റെ സ്ഥാനാന്തരം എത്രയാണ്? 100 മീറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു വസ്തു ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വസ്തുവിന് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം നൽകുന്നു. സ്ഥാനാന്തരം 120 മീറ്റർ ആകുമ്പോൾ അവസരത്തിലെ പ്രവേഗം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു വസ്തു ഉണ്ട്, ഒരു വസ്തുവിന്റെ പ്രവേഗം ഉണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് ത്വരണവും തന്നിട്ടുണ്ട്. ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ത്വരണം ഉണ്ടല്ലോ, 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. അപ്പം അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സ്ഥാനാന്തരം 120 മീറ്റർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ആ അവസരത്തിലെ പ്രവേഗമാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലാവുന്നല്ലോ? അപ്പം എഴുതാൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ആദ്യ പ്രവേഗം ഉണ്ടല്ലേ, ദാറ്റ് ഈസ് എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുണ്ട്. പിന്നെ ത്വരണം എത്രയാണ്? 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നിട്ടുണ്ട്. ദെൻ അവിടുത്തെ സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് 120 മീറ്റർ ആണ്. നമുക്ക് എന്താണ്? പ്രവേഗമാണ് കണ്ടുപിടിക്കുന്നത്. ഫൈനൽ വെലോസിറ്റി, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വെലോസിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ അന്ത്യപ്രവേഗമാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ യു എ എസ് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as കേട്ടോ. നമുക്ക് സമയം തന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതിലേക്ക് നമുക്ക് കണ്ടുപിടിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ. യു തന്നിട്ടുണ്ട് 20 ആണ് അല്ലെ? 20 × 20 പ്ലസ് 2 × ത്വരണം 5 ആണ്. എസ് എന്ന് പറഞ്ഞിരിക്കുന്നത് 120 ആണ്. മനസ്സിലായല്ലോ? അപ്പം 20 × 20 എന്ന് പറയുമ്പോൾ എത്ര വരും? 400 വരും അല്ലേ? 400. പിന്നെ എത്ര വരും? ഇതെല്ലാം കൂടെ 2 10,
10 ഇൻറ്റു 120 അപ്പം എത്ര വരും? 1200 അല്ലേ? 1200 വരും. ദെൻ ഇതിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 1600 വരും. ഇങ്ങോട്ട് 1600 ഇവിടെ കിട്ടിയത് v² ആണ് കിട്ടിയത് അല്ലേ? v² ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? v അല്ലേ വേണ്ടത്? റൂട്ട് എടുത്ത് വെച്ചാൽ പോരെ? സ്ക്വയർ റൂട്ട് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1600 എത്രയാണ് വരുന്നത്? 40 വരും അല്ലേ? കിട്ടിയല്ലോ. വി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് അവിടുത്തെ പ്രവേഗം അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 15ാമത്തെ ക്വസ്റ്റ്യൻ. 60 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിച്ച വെടിയുണ്ട ഒരു മരത്തടിയിൽ 2 സെന്റിമീറ്റർ തുളച്ചു കയറിയപ്പോൾ നിശ്ചലമായി. ഈ വെടിയുണ്ടയുടെ ത്വരണം കണ്ടുപിടിക്കുക, മന്ദീകരണം കണ്ടുപിടിക്കുക. ഒരു വെടിയുണ്ട ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു മരത്തടിയിലേക്ക് വന്ന് തുളച്ചു. അപ്പം തുളച്ചു കഴിഞ്ഞപ്പോൾ എന്താണ്? മരത്തടിക്ക് ഉള്ളിലേക്ക് 2 സെന്റിമീറ്റർ ഉള്ളിലേക്ക് കയറിപ്പോയി. എന്നിട്ട് അത് നിന്നു. അപ്പൊ വെടിയുണ്ടയുടെ ത്വരണം കണ്ടുപിടിക്കണം, മന്ദീകരണവും അവിടെ കണ്ടുപിടിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തന്നിരിക്കുന്ന കാര്യങ്ങളല്ലേ, അതായത് ആദ്യപ്രവേഗം തന്നിട്ടുണ്ട്, യു തന്നിട്ടുണ്ട്, എത്രയാണ്? 60 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മരത്തടിയിലേക്ക് തുളച്ചു കയറിയപ്പോൾ നിശ്ചലമായെന്ന് പറഞ്ഞല്ലോ. അപ്പം അന്ത്യപ്രവേഗം എത്രയാണ്? 0 ആണ് വരുന്നത് അല്ലേ? ദെൻ എന്തുമാത്രം ഡിസ്റ്റൻസ് അവിടെ തുളച്ചു കയറി? അതാ നോക്കുക, 2 സെന്റിമീറ്റർ ആണ് കേട്ടോ. 2 സെന്റിമീറ്റർ ആണ്. അപ്പൊ സെന്റിമീറ്ററിനൊക്കെ തന്നിരിക്കുമ്പോൾ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം അല്ലേ? അതായത് 2/100 ചെയ്യുക കേട്ടോ. 2/100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.02 മീറ്റർ എന്ന് വരും. മനസ്സിലായല്ലോ? ഇനി എന്താണ് കണ്ടുപിടിക്കുന്നത്? ത്വരണം കണ്ടുപിടിക്കണം. ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണമാണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് ഏത് ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കും? നമുക്ക് യുവും വി എസ് ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം? v² ഈസ് ഈക്വൽ ടു u² പ്ലസ് 2as അല്ലേ? ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാലോ. നമുക്ക് എ ആണ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ, അതിലേക്ക് മാറ്റാം. 2as ഈസ് ഈക്വൽ ടു v² മൈനസ് u² എന്ന് എഴുതാം. ഓർ a ഈസ് ഈക്വൽ ടു v² മൈനസ് u² ഡിവൈഡ് ബൈ 2s എന്ന് എഴുതാം. മനസ്സിലായല്ലോ? നോക്കിയാൽ v² v എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ് ഇല്ലേ? v എന്ന് പറഞ്ഞിരിക്കുന്നത് 0 ആണ്. 0 മൈനസ് u എത്രയാണ് വന്നിരിക്കുന്നത്? 60 ആണ് അല്ലേ? u². അപ്പൊ 60 ഇൻറ്റു 60 ഹരണം 2 ഇൻറ്റു അത് നോക്കിയാൽ എസ് എത്രയാണ്? 0.02 എന്നും തന്നിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇവിടെ നമുക്ക് ഇത് 2ഉം ഇത് കൂടെ പോവാം, 30 വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇത് നമുക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് എത്ര വരും? 1800 വരും. മൈനസ് ഉണ്ട് കേട്ടോ. മൈനസ് 1800 ഹരണം 0.02 എന്നല്ല ഇവിടെ പോയിന്റ് ആയതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2/100 ഉണ്ടല്ലോ, ഈ 0.02 എന്ന് എഴുതുന്നതിന് പകരം 2/100 വെച്ച് നമുക്ക് ചെയ്യാം. അതായത് 1800 ഹരണം 2/100 അല്ലെ? 2/100 എന്ന് എഴുതും. അപ്പൊ നമുക്ക് വിൽക്രമം എടുക്കാം കേട്ടോ. 1800 by 2 അല്ലെ? അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇങ്ങോട്ട് മേളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഒരു 100/2 വരും. വിൽക്രമം എടുത്ത് ചെയ്യുവാണെങ്കിൽ 100/2 എന്ന് വരും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ നമുക്ക് ക്യാൻസൽ ചെയ്യാലോ. ഈ 2ഉം 18 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ ഇവിടെ 9 വരും. മനസ്സിലായല്ലോ? അപ്പൊ എത്രയാണ് വരുന്നത്? മൈനസ് 9 എത്ര 0 വരും? 4 0 വരും അല്ലേ? അപ്പൊ എത്രയാണ്? 90,000 മീറ്റർ പെർ സെക്കൻഡ്² ആണ് നമുക്കിവിടെ ആക്സിലറേഷൻ കിട്ടിയത്. മനസ്സിലായില്ല? ആക്സിലറേഷൻ എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ ആണ് വന്നത്. അപ്പം മന്ദീകരണം നമുക്ക് എങ്ങനെ എഴുതാം? മന്ദീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? മന്ദീകരണം എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആക്സിലറേഷൻ അല്ലേ, അല്ലെങ്കിൽ നെഗറ്റീവ് ത്വരണമല്ലേ? അപ്പൊ മന്ദീകരണം എന്ന് പറയുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഇല്ലാതെ വാല്യൂ എഴുതി വെച്ചാൽ മതി കേട്ടോ. 90,000 മീറ്റർ പെർ സെക്കൻഡ്². ത്വരണം എന്ന് പറഞ്ഞിരിക്കുന്നത് മൈനസ് 90,000 മീറ്റർ പെർ സെക്കൻഡ്² ആണ് ത്വരണം വന്നത്. അപ്പം നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ നമുക്കറിയാം അത് എന്താണ്? മന്ദീകരണമാണ്. അപ്പൊ മന്ദീകരണം ചോദിക്കുന്നെങ്കിൽ നെഗറ്റീവ് വാല്യൂ ഇല്ലാതെ അങ്ങ് എഴുതിക്കോളൂ. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാമേ. ഒരു വസ്തുവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട പട്ടിക നിരീക്ഷിച്ച് അനുയോജ്യമായ സ്കെയിൽ തിരഞ്ഞെടുത്ത് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഒരു ഗ്രാഫ് വരച്ചിട്ട് ഇവിടെ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആൻസേഴ്സും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമയപ്രവേഗ ഗ്രാഫാണ് ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഞാനിവിടെ ഗ്രാഫ് വരച്ചിട്ടുണ്ട് കേട്ടോ. നോക്കിയ സമയം ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് 0, 5, 10 അങ്ങനെ രീതിയിൽ സമയം എടുത്തു. പ്രവേഗം എന്ന് പറഞ്ഞിരിക്കുന്നത് 5, 10 കേട്ടോ. 0, 5, 10 ആ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. നോക്കുക, സമയം 0 ആകുമ്പോൾ അവിടുത്തെ പ്രവേഗം എത്രയാണ് വന്നിരിക്കുന്നത്? 20. ഇതാണ് കേട്ടോ പോയിന്റ്, 20 വരും. ദെൻ സമയം 5 ആകുമ്പോൾ പ്രവേഗം 25. ഇതാണ് പോയിന്റ് വരുന്നത്. ദെൻ 10 ആകുമ്പം 30 വരും. ദെൻ 15 ആകുമ്പോഴും 30 ആണ്. 20 ആകുമ്പോഴും 30 ആണ്. സമയം 25 ആകുമ്പം 25 വരും. അതായത് ഇവിടെ കേട്ടോ 25 വരും. ദെൻ 30 ആകുമ്പം 20 വരും. അപ്പൊ ഈ പോയിന്റുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തിട്ട് ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ക്വസ്റ്റ്യൻസ് നോക്കാം.
ത്വരണമില്ലാത്ത സമയ ഇടവേള ഏതെന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എവിടെയാണ് ത്വരണമില്ലാത്ത സമയ ഇടവേള എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം ഇല്ലേ, പ്രവേഗമാറ്റം ഇല്ലെങ്കിൽ അവിടെ ത്വരണമില്ല. അതായത് പ്രവേഗമാറ്റം ഇല്ലാത്ത സിറ്റുവേഷൻ ഏതാണ്? ദാ ഇത് ഇല്ലേ, BC ഇല്ലേ, BCയിലാണ് ത്വരണമില്ലാത്ത. അതായത് 10 മുതൽ 20 സെക്കൻഡ് വരെയുള്ള സമയങ്ങളിൽ എങ്ങനെയാണ്? പ്രവേഗമാറ്റമില്ല. അപ്പൊ ത്വരണമില്ലാത്ത സമയ ഇടവേള എന്ന് പറയുന്നത് BC ആണ്. അതായത് 10 സമയ ഇടവേളയല്ല ചോദിക്കുന്നത്, 10 സെക്കൻഡ് മുതൽ 20 സെക്കൻഡ് വരെ കേട്ടോ. 10 സെക്കൻഡ് തൊട്ട് 20 സെക്കൻഡ് വരെ. മനസ്സിലായല്ലോ? ഇനി ബി, മന്ദീകരണം ഉണ്ടായിരുന്ന സമയ ഇടവേള. മന്ദീകരണം എന്ന് വെച്ചാൽ എന്താണ്? ത്വരണം ഇവിടെ കുറയുന്നത്, നെഗറ്റീവ് ത്വരണമാണല്ലോ മന്ദീകരണം ഇല്ല. അതേതാണ്? അതാ നോക്കി, ഇത് CD എന്ന് പറയുന്ന ഈ സെക്ഷൻ. അപ്പോഴത്തെ സമയം എത്രയാണ്? 20 സെക്കൻഡ് ഇല്ലേ, 20 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ. 20 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ അവിടെ എങ്ങനെയാണ്? മന്ദീകരണമാണ് സംഭവിക്കുന്നത് ഇല്ല. അതായത് ഏതാണ് കാർബൺ? നമുക്ക് എങ്ങനെ പറയാം? CD ആന്ന് പറയാം. മനസ്സിലായല്ലോ? ഇതിന്റെ അടുത്ത് സി പാർട്ട് എന്താണ്? ഈ വസ്തുവിന് 30 സെക്കൻഡിലുണ്ടായ സ്ഥാനാന്തരം കണക്കാക്കാനാണ്. അതായത് ഇവിടെ തൊട്ട് അല്ലേ, 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് 30 സെക്കൻഡിന്റെ സ്ഥാനാന്തരം കണക്കാക്കുക. നമുക്കറിയാം സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ ഒരു താഴെ ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതിയല്ലോ. നമുക്കിവിടെ ഇത് തന്നിട്ടുണ്ട്, ഒരു സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതിന്റെ താഴെ ഭാഗത്തിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ അല്ലെ, പ്രവേഗ സമയ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്തിന്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കേട്ടോ, പരപ്പളവ് കണ്ടുപിടിച്ചാൽ നമുക്കിവിടെ സ്ഥാനാന്തരം കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഈ താഴ്ഭാഗത്തിന് ഇത്രയും കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇതിനെ പല പല സെക്ഷൻസ് ആക്കാം കേട്ടോ. ഇതാ നോക്കിയേ, ദാ ഇവിടം വരെയുള്ള ഇതൊരു സെക്ഷൻ ആക്കി എടുത്തു. ഇത് രണ്ടാമത്തെ സെക്ഷൻ ആക്കി എടുത്തു. ഇത് മൂന്നാമത്തെ സെക്ഷൻ ആക്കി എടുത്തു. നോക്കി ഇവിടെ എടുത്തിട്ട് ഇതൊരു 4ാമത്തെ സെക്ഷൻ, ഇത് 5ാമത്തെ സെക്ഷൻ. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ പരപ്പളവ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. സ്ഥാനാന്തരം കേട്ടോ, ഞാനിങ്ങനെ എഴുതുവാണേ. സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് പരപ്പളവ് കേട്ടോ, പരപ്പളവ് എല്ലാത്തിന്റെയും പരപ്പളവ് ഓഫ് 1, 2, 3, 4, 5 ഇത്ര എണ്ണത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്ഥാനാന്തരം കിട്ടും. മനസ്സിലാവുന്നുള്ളൂ? അപ്പം ആദ്യത്തെ നോക്കിയ പരപ്പളവ്, സ്ക്വയർ ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്? ചതുരമാണല്ലോ. ചതുരത്തിന്റെ പരപ്പളവ് കാണാൻ നമുക്ക് എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് ഇത്രയും വരും. എത്രയാണ്? 20 ഇൻറ്റു വീതി, നീളം ഗുണം വീതി എന്നല്ലേ. അപ്പം വീതി ഇവിടെ എത്ര വരും? 10 വരും. 10 ആദ്യത്തേന്റെ. മനസ്സിലായല്ലോ? then അടുത്തത് ഒരു ത്രികോണമാണ്. ത്രികോണത്തിന് എങ്ങനെയാണ്? ഹാഫ് BH അല്ലേ. അപ്പൊ 1/2 ഇൻറ്റു പാദം ഹൈറ്റ്. ഇവിടെ പാദം ഇവിടെ വരും 10 വരും അല്ലേ. 10 ഇൻറ്റു ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഏതാണ്? ഇത്രയും പോർഷൻ. ഇത്രയും പോർഷൻ എന്ന് പറയുമ്പോൾ 30 - 20. അപ്പൊ എത്രയാണ്? 10 വരും കേട്ടോ, 10 വരും. മനസ്സിലായല്ലോ? then അടുത്ത ഏതാണ്? മൂന്നാമത്തെ പോർഷൻ. ഇത്രയും ഫുൾ ഉണ്ട് കേട്ടോ. മൂന്നാമത്തെ പോർഷൻ ഇത്രയും ഫുൾ വരും. അതെന്താണ്? ചതുരമാണ് അല്ലേ. ചതുരത്തിന് പറയുമ്പോൾ നീളം എന്ന് പറയുമ്പോൾ ഇവിടം വരെ ടോട്ടൽ ഇവിടെ വരും 30. നീളം ഇൻറ്റു വീതി എത്രയാണ്? 10, 20 അല്ലേ. അപ്പൊ 10, 20 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 10 തന്നെ വരും അല്ലേ വീതി. ഇനി 4ാമത്തെ പോർഷൻ ഏതാണ്? 4ാമത്തെ പോർഷൻ ഇത് ഇല്ലേ. 4ാമത്തെ പോർഷൻ ത്രികോണമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ത്രികോണത്തിന്റെ കേസ് വരുവാണെങ്കിൽ ഹാഫ് ഇൻറ്റു പാദം എന്ന് പറയുന്നത് ഇത്രയും. പാദം 20, 30 അപ്പം എത്ര തന്നെ വരും? 10 വരുന്നത് അല്ലേ. 10 വരും. then ഇവിടുത്തെ എന്താണ് ലംബം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഇത്രയും പോർഷൻസ് വരും. അത് ഈ 30 - 20. 30 - 20 എന്ന് പറയുമ്പോൾ 10 വരും. മനസ്സിലാവുന്നുണ്ടല്ലോ? then പ്ലസ് അടുത്ത 5ാമത്തെ പോർഷൻ ഇതാണ്. അത് എത്ര വരും? നീളം ഗുണം വീതി ചതുരമാണ്. അപ്പൊ നീളം എന്ന് പറഞ്ഞിരിക്കുന്നത് 20 വരും, വീതി എന്ന് പറഞ്ഞിരിക്കുന്നത് 10 വരും. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയാണ് വരുന്നത്. അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇത്രയും സെക്ഷൻ ഉണ്ടല്ലോ, ലംബകം ഉണ്ടല്ലോ, ലംബകമാക്കി വേണമെങ്കിൽ ചെയ്യാം. അതായത് ABGH എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്രയും ഇത് ഫുള്ളായിട്ടൊരു ലംബമാക്കി എടുക്കുക കേട്ടോ. അങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് അറിയാവുന്ന ആ രീതി ചെയ്യുക കേട്ടോ. അതാ നോക്കി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യണം കേട്ടോ. ഇത് എത്ര വരും? 200 വരും. 200 പ്ലസ് നോക്കി ഇവിടുത്തെ ഒരു 2 കൊണ്ട് ഈ 10 കൂടെ പോയി ഇവിടെ 5 വരും. അപ്പൊ എത്ര വരും? 50 വരും. then ഇവിടെ അടുത്തത് 300. then അടുത്ത ഇവിടെ മുമ്പത്തെ പോലെ തന്നെ ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. അപ്പം 50 വരും. ഇവിടെ എത്ര വരും? 200 വരും. മനസ്സിലായല്ലോ? ഇതെല്ലാം കൂടെ കൂട്ടുക. 200, 200, 300 എത്ര വരും? 500 വരും. 500ഉം 200ഉം കൂടെ വരുമ്പോൾ എത്ര വരും? 700 വരും. 700ഉം 250 ഉണ്ട്. അപ്പം 800 എന്താണ് പറയുന്നത്? 800 മീറ്റർ അല്ലേ. അപ്പൊ സ്ഥാനാന്തരം അല്ലേ. സ്ഥാനാന്തരം എത്രയാണ്? അതായത് 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 30 സെക്കൻഡ് എത്തിയപ്പോൾ എന്തുമാത്രം സ്ഥാനാന്തരം സംഭവിച്ചു? 800 മീറ്റർ ആണ് അവിടെ സ്ഥാനാന്തരം സംഭവിച്ചത്. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
എ ബി എന്നീ കാറുകളുടെ ചലനവുമായി ബന്ധപ്പെട്ട പ്രവേഗ സമയ ഗ്രാഫാണ് നൽകിയിരിക്കുന്നത്. എന്ന് നോക്കിയേ, ഏത് കാറാണ് ആദ്യം യാത്ര തിരിച്ചത്? 2 കാർ ഉണ്ടല്ലോ, കാർ എയും ഉണ്ട് ബിയും ഉണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാം ഏത് കാറാണ് ആദ്യം യാത്ര തിരിച്ചത്. അത് അവിടെ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. മറ്റേത് എത്രയാണ്? അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം 8 സെക്കൻഡിന് ശേഷമാണ് രണ്ടാമത്തെ കാർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഏത് കാറാണ് ആദ്യം യാത്ര തിരിച്ചത്? കാർ എ ഇല്ലേ, കാർ എ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ആദ്യം യാത്ര തിരിച്ചത്. ഇനി 2 കാറുകൾക്കും ഒരേ പ്രവേഗം എത്താൻ എത്ര സമയം വീതം എടുത്തു എന്നാണ് ചോദിച്ചത്. 2 കാറുകൾക്ക് ഒരേ പ്രവേഗം എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് ആയിരിക്കുമല്ലോ അല്ലെ. ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ഇല്ലേ, 40 മീറ്റർ/സെക്കൻഡ് പ്രവേഗം എത്താൻ 2 കാറുകൾക്കും എത്ര സമയം വീതം എടുത്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, ആദ്യത്തെ കാറ് 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് ഇല്ലേ, സമയം 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ 40 രണ്ടിന്റെയും ഒരേ പ്രവേഗം എന്ന് പറഞ്ഞു. അപ്പൊ 40 എത്താൻ വേണ്ടി കാർ എ എന്തുമാത്രം സമയം സഞ്ചരിച്ചതാ നോക്കിയേ? 14 സെക്കൻഡ് ഇല്ല. നമുക്ക് പറയാം കാർ എ എന്ന് പറഞ്ഞിരിക്കുന്നത് 14 സെക്കൻഡ് എന്ന് പറയാം. 14 സെക്കൻഡ് ആയപ്പോഴാണ് 40 മീറ്റർ/സെക്കൻഡ് പ്രവേഗം എത്തിയത്. ഇനി കാർ ബിയോ? കാർ ബി എങ്ങനെയാണ്? കാർ ബി 8 സെക്കൻഡ്, കാർ എ സ്റ്റാർട്ട് ചെയ്ത് 8 സെക്കൻഡിന് ശേഷമാണ് ഈ ഒരു 40 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിലെത്തിയത്. മനസ്സിലാവുന്നതാണ്? കാർ ബി, അതായത് കാർ എ സ്റ്റാർട്ട് ചെയ്തതിന് 8 സെക്കൻഡിന് ശേഷമാണ് അല്ലേ 40 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിലെത്തിയത്. അപ്പം എന്തുമാത്രം സമയം എടുത്തു കാണും? അപ്പൊ ഇത്രയും സമയമല്ലേ ഉള്ളൂ. അതായത് 14 സെക്കൻഡ് എത്തിയപ്പോഴാണ് കാർ എ 40-ലെത്തിയത്. അപ്പൊ 14-ൽ നിന്ന് 8 കുറയ്ക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? 14-ൽ നിന്ന് 8 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എത്രയാണ് കിട്ടുന്നത്? 14 8 കൊടുക്കുമ്പോൾ 6 ഇല്ലേ, 6 സെക്കൻഡ് ആണ് കാർ ബി സ്റ്റാർട്ട് ചെയ്ത്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 8 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇത്ര സമയം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം സ്റ്റാർട്ട് ചെയ്ത 8 സെക്കൻഡിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം 6 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് എന്താണ് അത് 40 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിലെത്തിയത്. അപ്പൊ കാർ ബി 6 സെക്കൻഡ് കേട്ടോ. കാർ ബി 6 സെക്കൻഡ് സമയം എടുത്തപ്പോഴാണ് 40 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിലെത്തിയത്. കാർ എ ആണെങ്കിൽ 14 സെക്കൻഡ് കേട്ടോ. 14 സെക്കൻഡ് സമയമായപ്പോഴാണ് അത് 40 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിലെത്തിയത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സി, ഏത് കാറിനാണ് കൂടുതൽ ത്വരണം? നമ്മൾ കഴിഞ്ഞ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു ഇല്ലേ, അത് നമ്മൾ കണ്ടായിരുന്നു ചെരിവ് ഇല്ലേ. ചെരിവ് കൂടുതലുള്ള ഏതിനാണ് അതിനായിരിക്കും കൂടുതൽ ത്വരണം എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇവിടെ ചോദിച്ചത് ഏത് കാറിനാണ് കൂടുതൽ ത്വരണം ഉള്ളതെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ ഏത് കാറിനാണ് നോക്കിയാൽ കൂടുതൽ ചെരിവുള്ള ഏതിനാ? എക്കാണോ ബിക്കാണോ? അതല്ല, ബിക്കല്ലേ കൂടുതൽ ചെരിവുള്ളത്. അപ്പൊ കാർ ബിക്കാണ് ഇവിടെ കൂടുതൽ ത്വരണം ഉള്ളത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഡി എന്താണ്? ഏത് കാറിനാണ് സ്ഥാനാന്തരം കൂടുതലും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സ്ഥാനാന്തരം നമുക്കറിയാം, ഓരോ ഭാഗത്തിന്റെയും താഴെ ഭാഗത്തിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അപ്പം കാർ എയുടെ കേസിലാവുകയാണെങ്കിൽ ഇതാ ഇവിടം വരെ ഇതുണ്ടല്ലോ. കാർ എ നോക്കിയേ, 0-ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടം വരെ ഏകദേശം നേരെ വരയ്ക്കുമ്പോൾ 22 സെക്കൻഡ് വരെ ഉള്ളതാണ് വരുന്നത്. അപ്പൊ അത്രയും ഏരിയ എന്ന് പറയുമ്പോൾ എന്താ നോക്കിയാൽ ഇത് കേട്ടോ, ഇത്രയും പോർഷനാണ് കാർ എയുടെ കേസിൽ വരുന്നത്. മനസ്സിലാവുന്ന? ഇത്രയും ഫുള്ള് വരും. ഈ ഗ്രീൻ വെച്ച് വരച്ചിരിക്കുന്നതാണ് കാർ എയുടെ ഏരിയ എന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ പരപ്പളവ് അത്രയും പോർഷൻ വരും. ഇനി കാർ ബിയുടെ കേസിൽ വരുമ്പോഴോ? കാർ ബിയുടെ കേസ് വരുമ്പോൾ എന്താ ഇവിടം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അതായത് ഈ ഒരു ഏരിയ കേട്ടോ, ഇത്രയും എല്ലാം നമുക്ക് കാണാവോ? 8 സെക്കൻഡ് മുതലുള്ള പോർഷൻ ഉള്ളൂ കേട്ടോ. കാർ ബിയുടെ കേസിൽ വരുമ്പോൾ 8 സെക്കൻഡ് മുതലുള്ള പോർഷൻ മാത്രമേ വരത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിയേ, കാർ എയുടെ കേട്ടോ, കാർ എയുടെ സ്ഥാനാന്തരം അതിന് നമുക്ക് SA എന്ന് എഴുതാം. ത്രികോണമാണ്. കാർ എയുടെ കേസിൽ കാർ എ ആണെങ്കിലും ബി ആണെങ്കിലും ത്രികോണമാണല്ലോ. അപ്പം ത്രികോണത്തിന്റെ പരപ്പളവ് കാണും. 1/2 × BH ആണ്. 1/2 × പാദം. കാർ എ എന്ന് പറയുമ്പോൾ ഇവിടെ തൊട്ട് വരും 22 വരും അല്ലെ. പാദം 22 ആണ്. ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം അത് ഇങ്ങനെ വരും കേട്ടോ. അതായത് ഉയരം, അതായത് 60. മനസ്സിലായല്ലോ? ഇത് നിങ്ങളുടെ ക്യാൻസൽ ആയിട്ട് പോയി 11 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 660 മീറ്റർ എന്ന് പറയും കാർ എയുടെ. ഇനി കാർ ബിയുടെ കേസിൽ കണ്ടുപിടിക്കണമെങ്കിലോ? കാർ ബിയുടെ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. 8 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതേ സെയിം ഇക്വേഷൻ തന്നെ 1/2 BH ആണ്. അപ്പൊ 1/2 × ബേസ് എത്ര വരും? ബേസ് എന്ന് പറയുമ്പോൾ ഈ കാർ ബിയുടെ കേസിൽ വരുമ്പോൾ നേരെ താട്ട് വരും 20 വരും കേട്ടോ. നേരെ താട്ട് വരയ്ക്കുമ്പോൾ നമുക്കിവിടെ 20 ആണ് വരുന്നത്. അപ്പം പാദം എന്ന് പറഞ്ഞിരിക്കുന്നത് 20, 8-ൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പൊ 20 - 8 കേട്ടോ. ഞാൻ ഉയരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 80 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 × 20 - 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 12 വരും അല്ലേ. 12 × 80 വരും. നിങ്ങളുടെ ക്യാൻസൽ ചെയ്യാം. 6 വരും.
അപ്പൊ എത്ര വരും? 480 മീറ്റർ എന്ന് വരും. അപ്പൊ എനിക്ക് 480 കാർ ബിക്ക് വന്നത് അല്ലേ? കാർ ബിയുടെ സ്ഥാനാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് 480 കാർ എക്ക് എത്രയാണ്? 660. അപ്പൊ ഏതിനാണ് കൂടുതൽ? 660 മീറ്റർ. അതായത് കാർ എക്ക് അല്ലെ? കാർ എക്കാണ് ഇവിടെ കൂടുതൽ സ്ഥാനാന്തരം സംഭവിച്ചത്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നോട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ചെറിയൊരു ടിപ്പുകളൊക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ലെറ്റസ് എസ് അല്ലെങ്കിൽ വിലയിരുത്താമലെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ ഉള്ളൂ ക്ലിയർ ആക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ. അതിന് മുന്നേ നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്ത്. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക്